പ്ലീസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ഞന്നയുടെ വീട്ടിലേക്ക്. പോകുന്നതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമുക്ക് പിന്നെ അവളെ ഒന്ന് പോയി കണ്ടേച്ച് വരാം. ഞാനും കൊച്ചു എൽസയും കൂടെ കേക്കൊക്കെ മേടിച്ച് സർപ്രൈസ് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ ഞങ്ങൾ 3 പേരും 3 സമയത്ത് എത്തിയതുകൊണ്ട് ഞങ്ങളുടെ സർപ്രൈസുകളെല്ലാം പൊളിഞ്ഞുപോയി. അങ്ങനെ ആദ്യം കൊച്ചു വന്നു, പിന്നെ ഞാൻ വന്നു, പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എൽസയെ കൊണ്ടുവരാൻ പോയ പോക്കാണ് അത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ തന്നെ സമയം ഏകദേശം 3 മണിയാവാറായി. പിന്നെ ഒട്ടും വെച്ച് താമസിപ്പിച്ചില്ല, ഫുഡ് അങ്ങ് അടിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എല്ലാത്തിനും ക്ഷീണമൊക്കെയായി. അങ്ങനെ എല്ലാവരും കൂടി കുറേ നേരം വിശേഷങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് വന്ന കാര്യം മറന്നുപോയല്ലോ എന്നോർത്തെ. പിന്നെ എല്ലാവരെയും വിളിച്ചുകൂട്ടി കേക്ക് കട്ടിങ്ങിനുള്ള പരിപാടിയായിരുന്നു. കേക്കിലെ എഴുത്ത് കണ്ടതിൻ്റെ ചമ്മലായിരുന്നു ഞാൻ കുറച്ച് നേരത്തേക്ക്. പിന്നെ ഒറ്റയ്ക്ക് കേക്ക് മുറിക്കണമെന്നുള്ള കൺഫ്യൂഷനും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു നന്ന, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ കേക്ക് മുറിയും അടുത്ത സെറ്റ് കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെയും കൂട്ടിയതോ ഇവള് കുറച്ച് പച്ചപ്പ് കാണിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. വീടിൻ്റെ അടുത്തുള്ള തോട്ടിലോട്ട് കൊണ്ടുവന്ന് പോക്കാണ് കേട്ടോ ഇത്. പിന്നെ അവിടെ ചെന്നുള്ള കഥ പറച്ചിലായിരുന്നു. അതെന്താണെന്നറിയില്ല, എത്ര പറഞ്ഞാലും തീരാത്തത്ര കഥകളുണ്ട് പറയാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എൽസയും കൊച്ചും തമ്മിലുള്ള തല്ലും എൽസയുടെ കുറേ ലോകവിവരങ്ങളും എല്ലാം കേട്ട് അങ്ങനെ അവിടെ ഇരുന്നു. ഈ രണ്ടെണ്ണത്തിനാണ് വെള്ളത്തിലിറങ്ങിയിട്ട് അവിടെ നിന്ന് കയറാനേ തോന്നുന്നില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, തിരിച്ചു എല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളി വരാൻ തുടങ്ങി. പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, കയറിപ്പോരും തന്നെ. പിന്നെ ഞങ്ങളുടെ പ്രോ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് സ്കിൽസൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് വിട്ടു. പിന്നെ ബസ് നോക്കി അവിടെ കുറേ നേരം വായി നോക്കിയിരുന്നു. ഒരു ബസ് വന്നെങ്കിലും സീറ്റിലെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയില്ല. പിന്നെ വന്ന ബസ്സിലാണെങ്കിൽ നിൽക്കാൻ പോലും ഇടയില്ലായിരുന്നു. പിന്നെ എവിടെ പോയാലും ഒരു ഉത്തരവാദിത്വമൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ പോവാൻ. ഇവനെ കയറ്റി വിട്ടിട്ട് വേണ്ടേ ഞങ്ങൾക്ക് പോവാൻ. അങ്ങനെ ഒരു അടിപൊളി ഡേ ഔട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു.